സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കനത്ത മഴ പെയ്യുകയാണിപ്പോൾ. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴയാണ്. നുച്ച്യാട് അമേരിക്കൻ പാറയിൽ വീടിന് മുകളിൽ മരം വീണു. കനത്ത കാറ്റുണ്ടായിരുന്നുവെന്ന് പ്രദേശവാസികൾ. എറണാകുളം കോതമംഗലത്ത് കനത്ത മഴയിൽ തെങ്ങ് കടപുഴകി വീണു. ഫയർഫോഴ്സ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആദിൽ പാലൂടും അഞ്ജലി ശ്രീജിതാരാജും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ആദിൽ പാലൂടിലേക്ക്. ആദിൽ പാലൂട്, വിഷു വൈകുന്നേരമാകുമ്പോഴേക്കും പലയിടങ്ങളിലും മഴ കനക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മുന്നറിയിപ്പ്? ചെറിയ മഴയല്ല, അതിശക്തമായ മഴയാണ് സംസ്ഥാനത്ത് പെയ്യുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ ഇടിമിന്നലിനും അതിശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾക്ക് പ്രത്യേക ജാഗ്രത വേണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് വന്ന അലർട്ടാണിത്. 3 മണിക്കൂർ സമയം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഏതായാലും അതിശക്തമായ മഴ സംസ്ഥാനത്ത് ലഭിക്കുമെന്നതാണ്. വേനൽ മഴയുടെ ഭാഗമായാണ് ഈ തോതിൽ മഴ ലഭിക്കുന്നത്. അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഏജൻസികളിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും വരുന്നത്. സുജയ. ഓക്കെ, അതിൽ അഞ്ജലിയുണ്ട് കോതമംഗലത്ത് നിന്ന്. അഞ്ജലി ശ്രീതാരാജ്, ഇപ്പോൾ പലയിടങ്ങളിലും മഴ കനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എറണാകുളം കോതമംഗലത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെയാണ്? നാശനഷ്ടങ്ങളുണ്ടോ? അല്പസമയം മുമ്പ് വരെ കോതമംഗലത്ത് അതിശക്തമായ മഴയായിരുന്നു. മഴയ്ക്കൊപ്പം തന്നെ വലിയ രീതിയിൽ കാറ്റുമുണ്ട്. ഈ മഴയിലും ശക്തമായ കാറ്റിലുമൊക്കെ മരം കടപുഴകി വീണിരുന്നു. മാതിരപ്പള്ളിയിലാണ് ഇത്. അല്പനേരം ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായി. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ മരം മുറിച്ച് നീക്കം ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്നാലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കൂടാതെ തീരപ്രദേശങ്ങളായ എടവനക്കാട്, വൈപ്പിൻ തുടങ്ങിയ മേഖലയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം അധികാരികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഈ നഗരപ്രദേശങ്ങൾ ഒഴിച്ച് മലയോര പ്രദേശങ്ങളും തീരപ്രദേശത്തും ഇപ്പോഴും ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ നഗരപ്രദേശങ്ങൾ നോക്കുകയാണെങ്കിൽ കാലാവസ്ഥ കൂടുതൽ മഴ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണുള്ളത്. വിഷു രാത്രിയൊക്കെ ആകുമ്പോഴേക്ക് വലിയ രീതിയിലൊരു മഴയ്ക്ക് തന്നെയാണ് ഈ കാലാവസ്ഥ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. കൂടാതെ വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പുമുണ്ട്. ഈ വലിയ പാത, അടിവാരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ കാറ്റിലും മഴയിലും വീഴാറായി, അതായത് കടപുഴകി വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വരെ ഫയർഫോഴ്സ് മുറിച്ചു നീക്കിയിട്ടുണ്ട്. തുടർന്ന് പല രീതിയിൽ ഇപ്പോൾ റോഡിലും ഗതാഗത തടസ്സമുണ്ടാകുന്ന സ്ഥലങ്ങളെല്ലാം പോലീസിന്റെ കർശന നിരീക്ഷണമുണ്ട്.